ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ ഉണ്ട്. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ എഞ്ചിൻ ഓയിൽ ലീക്കും അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാനും വേണ്ടി വന്നതാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ ലീക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറ്റിയിരുന്നു. ഓയിൽ ലീക്ക് കാണിക്കുന്നത് ഈ ക്ലച്ചിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ക്രാങ്ങിൻ്റെ ഈ ഒരു ഓയിൽ സീൽ പോയതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഓയിൽ സീൽ മാറ്റണം. ഈ ഓയിൽ സീലിൻ്റെ കംപ്ലയിൻ്റാണ് ഇവിടെ ഉണ്ട്. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് വന്നിട്ട് ഓയിൽ ഇങ്ങനെ താഴത്തോട്ട് വെച്ച് ചാടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓയിൽ സീൽ മാറ്റണം. അതുപോലെ ഹെഡിൻ്റെ ഭാഗത്തുനിന്നും ഓയിൽ ലീക്ക് ഉണ്ട്. ഈ ഭാഗത്തുനിന്നുണ്ടോ ഹെഡ് കവറിൻ്റെ ഈ ഗ്യാസ്കറ്റും നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. ആ കവറിൻ്റെ ഗ്യാസ്കറ്റും നമുക്ക് മാറ്റണം. ഇത് നമ്മളതിൻ്റെ ക്ലച്ച് അഴിച്ചപ്പോൾ കണ്ട ഒരു കംപ്ലയിൻ്റാണ് അതിൻ്റെ ബെൽറ്റ്. ഡ്രൈവ് ബെൽറ്റ് കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഫുള്ളായിട്ട് പൊട്ടിയിരിക്കുകയാണ്. ഈ ഭാഗത്തുണ്ടോ ഫുള്ളായിട്ടും ഓരോ ലെയറും നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് എന്തായാലും മാറ്റണം. ബെൽറ്റ് മാറ്റിയില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും ബെൽറ്റ് പൊട്ടിപ്പോട്ടോ. ബെൽറ്റ് നമുക്ക് എന്തായാലും മാറ്റണത്. അതുപോലെ തന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. ഓക്കെ, എത്രയും ചെയ്ത് വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം. എഞ്ചിൻ ഓയിൽ, ബെൽറ്റ്, അതിൻ്റെ ഓയിൽ സീൽ, ഗ്യാസ്കറ്റ്, നമ്മുടെ സർവീസ് ചാർജ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.